ഹബീബായ നബി തങ്ങൾക്കൽപ്പം ഭക്ഷണവുമായി കയ്യിലെടുത്ത് വരുന്നു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ഹബീബിന് വേണ്ടി ഭക്ഷണം കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഭക്ഷണം കയ്യിൽ. കറിയാണോ അല്ല ഭക്ഷണമാണോ റിവായത്തുകളിൽ വ്യത്യാസമുണ്ട്. ബീവിയുടെ കയ്യിലൊരു ഭക്ഷണമുണ്ട് നബിക്ക്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് പറഞ്ഞു, നബിയേ ഇന്നല്ലാഹ യുഖ്രിഉക സലാം, അങ്ങയോട് അല്ലാഹു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിരിക്കുന്നു നബിയേ, അല്ലാഹുവിന്റെ സലാമുണ്ട്. വഇന്നല്ലാഹ യുഖ്രിഉ ഖദീജ, ഖദീജ ബിവിയോടും അല്ലാഹു അസ്സലാമു അലൈക്കും എന്ന് ബിവിയോട് പറയുന്നുണ്ട്. وبشرها بجنة من قصب لا نصب فيها ولا وصب. ഖദീജ ബീവിക്ക് അല്ലാഹു തആല മുത്തുകളാൽ നിർമ്മിതമായ ഒരു കൊട്ടാരം നൽകുന്നുണ്ട് എന്ന് പറയണം. മിൻ ഖസബ് ലുഅത്തുൻ മുജവ്വഫ, മനോഹരമായ മുത്തുകളെ കൊണ്ടുണ്ടാക്കിയ ഒരു സ്വർഗ്ഗലോകം ഖദീജ ബീവിക്ക് അല്ലാഹു കൊടുക്കാൻ പോകുന്നുവെന്ന് പറയണേ നബിയേ. ലാ സഖബ ഫിഹാ വലാ നസബ്, ആ വീട്ടിൽ കയറിയാൽ അവിടെ ബഹളങ്ങൾ കേൾക്കേണ്ടി വരില്ല, അവിടെ ക്ഷീണമില്ല, വിഷമമില്ല. അങ്ങനത്തെ ഒരു വീട് ഖദീജ ബീവിക്കുണ്ട് എന്നും പറയണം നബിയേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ തങ്ങളോട് ഖദീജ ബീവിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. മഹദിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ജീവിച്ചവരെ കാത്തിരിക്കുന്നത് റബ്ബിന്റെ സ്വർഗ്ഗലോകമാണ്. فيها ما لا عين رأت ولا أذن سمعت ولا خطر على قلب بشر. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നബി തങ്ങൾ മുഖം വലിക്കുന്നത്. മുഖത്തേക്ക് എന്തെങ്കിലും വരുമ്പോഴേക്കും മുഖം നമ്മൾ രക്ഷിക്കാൻ വേണ്ടി മാറ്റുന്ന പോലെ ഹബീബായ തങ്ങൾ അങ്ങനെ മാറ്റിയപ്പോ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ എന്തേ അങ്ങനെ ചെയ്യാൻ കാരണം? എന്തു പറ്റി? എന്താണ് സംഭവിച്ചത് നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് നിന്ന് ഒരു മുന്തിരിയുടെ കുല എന്റെ മുമ്പിലേക്ക് അല്ലാഹു കൊണ്ടുതന്നു. ആ മുന്തിരിക്കുല ഞാൻ എടുക്കുകയായിരുന്നുവെങ്കിൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കും അത് തന്നെ മതിയായിരുന്നേനെ. ഞാനത് കണ്ടു, ഞാനന്ന് എടുത്താലോ എന്ന് ഞാനന്ന് ചിന്തിച്ചു പോയി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗലോകത്തിന്റെ ഒരംശം അല്ലാഹു ഭൂമിയിൽ ബാക്കി വെച്ചു പോയിട്ടുമുണ്ടല്ലോ. സ്വർഗ്ഗലോകത്തിന്റെ രണ്ടംശങ്ങൾ ഭൂമിയിലുണ്ട്. ഒന്ന്, നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ഇബാദത്തിന് വേണ്ടി നടന്നിരുന്ന ഭൂമി ഏതോ? മാ ബൈന ബൈതി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്നah. എന്റെ വീടിന്റെയും മിൻബറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗീയ പൂങ്കാവനം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്, വിശുദ്ധമായ മദീനയിലെ റൗള, ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ ഖബർ ഷരീഫിനരികത്തുള്ള ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് മിഹ്റാബിലേക്ക് ഏറ്റവും കൂടുതൽ നിസ്കാരത്തിന് നടന്നിരുന്ന ആ ഭൂമിയാണ് അല്ലാഹു സ്വർഗ്ഗത്തിന്റെ മണ്ണായി പ്രഖ്യാപിച്ചത്. അത് സ്വർഗ്ഗത്തിന്റെ കഷ്ണമാണ്. ഹജറുൽ അസ്വദ് യാഖൂതത്തുൻ മിൻ യവാഖീതിൽ ജന്നah. സ്വർഗ്ഗത്തിന്റെ മനോഹരമായ കല്ലുകളിൽ, മരതകങ്ങളിൽ ഏറ്റവും നല്ല കല്ലാണ്, സ്വർഗ്ഗത്തിന്റെ മുത്തുകളിൽപ്പെട്ട മുത്താണ് ഹജറുൽ അസ്വദ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഖാം ഇബ്രാഹിമിനെ സംബന്ധിച്ചും അങ്ങനെ അഭിപ്രായമുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചവിട്ടി നിന്ന് ഇബ്രാഹിം നബിയുടെ കാലടിയാളങ്ങൾ പതിഞ്ഞിട്ടുള്ള ആ കല്ല് സ്വർഗ്ഗത്തിന്റെ കല്ലാണെന്ന് ഹദീസിൽ. സ്വർഗീയ കഷ്ണങ്ങളാണ് ഈ ഭൂമിയിൽ അള്ളാഹു നമുക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. അള്ളാഹു അവിടങ്ങൾ കാണാനും തൊടാനും മുച്ചാനും അവിടങ്ങൾ എത്തിപ്പെടാനുമുള്ള തൗഫീഖ് ഒരുപാട് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വർഗ്ഗലോകം മനോഹരമായി വിവരിച്ചു തന്നിട്ടുണ്ട്. ഇന്ന ഫിൽ ജന്നതി ലഗുറഫാ യുറാ ളാഹിറുഹാ മിൻ ബാതിനിഹാ വബാതിനുഹാ മിൻ ളാഹിരിഹാ. സ്വർഗ്ഗലോകത്ത് ചില റൂമുകളുണ്ട്. പുറത്തുനിന്ന് നോക്കിയാൽ അതിന്റെ ഉള്ളകം കാണാം, ഉള്ളെന്ന് നോക്കിയാൽ അതിന്റെ പുറം ഭാഗവും കാണാം. നമുക്കൊരു റൂമിന്റെ അകത്തിരുന്നാൽ
അതിന്റെ ഉള്ളിലുള്ള വോൾ മാത്രമേ കാണാൻ പറ്റൂ, അതിന്റെ പുറം കാണാൻ കഴിയില്ല. പുറത്തിറങ്ങിയാൽ അകത്തെ റൂമിന്റെ സൈഡ് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ സ്വർഗലോകത്ത് ഇങ്ങനെ ചില മനോഹരമായ വീടുകൾ ഉണ്ടെന്നാണ്. അപ്പൊ അങ്ങനെ ആലോചിക്കും, അങ്ങനെയാണെങ്കിൽ നാട്ടുകാരൊക്കെ കാണൂലേ അതിനടുത്ത് കൂടെ പോകുമ്പോ. അവിടെ ആർക്കും അസൂയയില്ല, പകയില്ല, എത്തിനോട്ടമില്ല, ആരെയും വിഷമിപ്പിക്കലില്ല. അങ്ങനൊന്നും അവിടെ ഉണ്ടാവുന്നില്ല. ഇന്ന ഫിൽ ജന്നതി ലഗുറഫാ യുറാ ളാഹിറുഹാ മിൻ ബാതിനിഹാ വബാതിനുഹാ മിൻ ളാഹിരിഹാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ചോദിച്ചു, നബിയേ, ആർക്കാണ് നബിയേ, ആർക്കാണ് നബിയേ ഈ വീടുള്ളത്? അത് ആർക്കൊരുക്കി വെച്ചതാണ്? അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. ലിമൻ അത്വാബൽ കലാം വഅത്അമ അത്ആം താബഅ അസ്സിയാം സ്വല്ലാ ബില്ലൈലി വന്നാസു നിയാം. 4 കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ് ഈ സ്വർഗ്ഗ വീട് ഒരുക്കി വെച്ചു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലിമൻ അത്വാബൽ കലാം, നല്ല വാക്ക് പറയുന്നവർ, ഖൗലൻ സദീദ, പരുഷമായ വാക്ക് ഉപയോഗിക്കാത്ത, പരുഷമല്ലാത്ത വാക്ക് ഉപയോഗിക്കുന്നവർ. ലിമൻ അത്വയബൽ കലാം വഅലാനൽ കലാം, അങ്ങനെയും വന്നു ഹദീസിൽ. ലിമൻ ത്വയ്യബൽ കലാം, അങ്ങനെയും വന്നു. ഏറ്റവും നല്ല വാക്ക് പറയാ. സത്യവിശ്വാസികളുടെ വാക്കുകൾ അങ്ങനെയാവണമെന്നാണ്. നല്ലതേ പറയാവൂ, അത് സൗമ്യമായേ പറയാവൂ. അഹങ്കാരത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ചുകൂടാ, പരുഷമായി സംസാരിച്ചുകൂടാ. അങ്ങനെയാണ് അത്വയബൽ കലാം. ലിമൻ അത്വാബൽ കലാം, സംസാരം വളരെ മൃദുവായി നല്ല നിലക്ക് ഹബീബായ തങ്ങൾ പറഞ്ഞ പോലെ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും വഅത്അമ അത്ആം, ഭക്ഷണം കൊടുത്തവർ, ജനങ്ങൾക്ക്, പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക്, നമ്മളറിയാത്ത സ്ട്രേഞ്ചേഴ്സിന്, മനുഷ്യരായ മനുഷ്യർക്ക്, കഷ്ടപ്പെടുന്നവർക്ക്, ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് അത്അമ അത്ആം, ഭക്ഷണം വിളമ്പി കൊടുക്കുക. ഇതൊരു വലിയ കൂലിയുള്ള കാര്യമാണ്. നമ്മുടെയൊക്കെ സംസ്കാരത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നമ്മുടെ പല ഇബാദത്തുകളുടെയും ഭാഗമായി ഭക്ഷണ വിതരണം കാണും. ഭക്ഷണം വിതരണം ചെയ്യാൻ ഒരു മഹാൻ അനുസ്മരിക്കുകയാണ്, ഒരു നേർച്ച നടക്കുകയാണ്, ഒരു ഉറൂസ് നടക്കുന്നു, അവരനുസ്മരിക്കുന്ന സമയമാണ്. ആ പുണ്യമായ നേരത്ത് ഭക്ഷണ വിതരണം എന്നൊരു പുണ്യകർമ്മം. ആളുകൾ ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിപ്പിക്കുക അല്ലാഹുവിന് ഇഷ്ടമാണ്. ഭക്ഷണം കഴിപ്പിച്ചവർക്ക് റമദാൻ കഴിഞ്ഞതിന്റെ ശേഷവും സുന്നത്തായി നോമ്പെടുക്കുന്ന ആളുകൾക്ക്, നോമ്പ് നിരന്തരം എടുക്കുന്നവർക്ക് ജനങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർക്കും അല്ലാഹു ഒരുക്കി വെച്ചു. അകത്തു നിന്ന് പുറവും പുറത്തു നിന്ന് അകവും കാണപ്പെടുന്ന സ്വർഗീയ ലോകത്തെ സവിശേഷമായ മനോഹരമായ വീടുകൾ ഇവർക്കാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമുക്ക് ആ കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. 4 വിഷയമാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് അത്വാബൽ കലാം, അലാനൽ കലാം, അല്ലെങ്കിൽ ത്വയ്യബൽ കലാം, സംസാരം മൃദുവാക്കുക. ചെയ്യാൻ വല്ല പ്രയാസമുണ്ടോ? ഇല്ല. ചൂടാവാണ്ടിരിക്കാം. ചൂടാർക്കും ഇഷ്ടമല്ല, പിന്നെ ഇപ്പം എന്തിനാ ചൂടാകുന്നത്? അപ്പോ കാര്യങ്ങൾ വളരെ മനോഹരമായി സൗമ്യമായി പറഞ്ഞു കൊടുക്കുക. അത്വാബൽ കലാം, റമദാനൊക്കെയാണ്, നോമ്പ് തുറപ്പിക്കുന്നു. റമദാൻ കഴിഞ്ഞ് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ, ബന്ധുക്കളൊക്കെ വിളിച്ചിട്ടൊരു ഭക്ഷണം, അയൽവാസികൾക്കൊക്കെ ഒരു ഭക്ഷണം. കല്യാണം സൽക്കാരം ഉണ്ടായിട്ട് മാത്രം ഭക്ഷണം കൊടുക്കണമെന്നുണ്ടോ? ഇല്ല. കഴിവുള്ള ആളുകളൊക്കെ ആണെങ്കിൽ, പാവപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവരൊക്കെ ഒന്ന് വിളിച്ചൊരു ഭക്ഷണം. അല്ലാഹുവിന് ഇഷ്ടമുള്ള നോമ്പ് ദാവൂദ് നബിയുടെ നോമ്പായിരുന്നു. യസൂമു യൗമൻ വയഫ്തിറു യൗമാ. അവര് സുന്നത്തായി നോമ്പനുഷ്ഠിക്കുമ്പോ ഒരു ദിവസം എടുക്കും, അടുത്ത ദിവസമില്ല, പിറ്റേന്നുണ്ട്, പിറ്റേന്നില്ല, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നോമ്പെടുക്കുന്ന ശീലം ദാവൂദ് നബിക്കുണ്ട്. അത് അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാൻ കഴിഞ്ഞാലും നോമ്പെടുക്കുക.
പ്രത്യേകിച്ച് യൗമുൽ ഇത്നൈൻ വൽ ഖമീസ്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ച ദിവസങ്ങളിൽ, അയ്യാമുൽ ബീദിന്റെ അറബ് മാസം 13, 14, 15 ദിവസങ്ങളിൽ പുണ്യമായി വരുന്ന മറ്റു സവിശേഷമായ ദിനങ്ങളിലൊക്കെ സുന്നത്ത് നോമ്പെടുത്തുകൊണ്ടിരിക്കുക. അവർക്കും ഈ സ്വർഗലോകത്തെ വീടുണ്ട്. എല്ലാവരും കടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റ് 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നവരെ അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ് സവിശേഷമായത്. കാരണം ജനങ്ങളെല്ലാവരും ചെയ്യുന്നതല്ല ഇത്, ജനങ്ങളെല്ലാവരും ചെയ്യുന്നതല്ല ഇത്, സവിശേഷമല്ലേ? അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്ന സ്വർഗമല്ല നിങ്ങൾക്ക് നൽകുന്ന സ്വർഗം, സവിശേഷമായ സ്വർഗമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നു. ഈ ഗുണങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താനും ശീലമാക്കാനും കാരുണ്യവാനായ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഒന്ന് എഴുന്നേറ്റ് ഒരു സ്വലാത്ത് ചൊല്ലിയിരിക്കുകയാണ്. സ്റ്റേജിൽ ഉള്ളവർ എഴുന്നേൽക്കരുത്. ജസാക്കുമുല്ലാഹ്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഹബീബിന്റെ ഹളറത്തിലേക്ക് ഈ സ്വലാത്ത് സലാമുകൾ അല്ലാഹുവേ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളും ഉദ്ധരിക്കുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന അഹ്ലൽ ജന്നഹ ലയതറാഊന അഹ്ലൽ ഗുറഫി മിൻ ഫൗഖിഹിം കമാ യതറാഊനൽ കൗകബദ് ദുർരി. സ്വർഗ്ഗലോകത്ത് തട്ടുകളുണ്ട്. ഇന്നലിൽ ജന്നതി മിഅത ദറജ, സ്വർഗ്ഗത്തിന് 100 ലെവലുകളുണ്ട് എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആയിട്ട് സങ്കല്പിക്കരുത്. മാ ബൈന കുല്ലി വാഹിദിൻ, ഓരോന്നിനും ഇടയിലുള്ള വ്യത്യാസം. മാ ബൈന സമാഇ വൽ അർദ്, ഭൂമിക്കും ആകാശത്തിനും ഇടയിലെ വ്യത്യാസം പോലെ. മസീറത്തു 500 ആം, മുത്തനബി തങ്ങൾ പറഞ്ഞത് ആകാശ ഭൂമികൾക്കിടയിലുള്ള ദൂരം 500 വർഷത്തെ വഴിദൂരം എന്നാണ്. അത് എങ്ങനെയെന്ന് പറഞ്ഞില്ല, നമ്മൾ സങ്കല്പിക്കുകയാണ്. പ്രകാശവേഗതയിലൊക്കെ പോയാൽ 500 കൊല്ലത്തെ വഴിദൂരം എന്ന് സയൻസ് എന്ന് പറയുന്നുണ്ട്. ഏതായിരുന്നാലും ദി ലിമിറ്റ്സ് ഓഫ് സ്റ്റാർസ് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അത്രയുമുള്ള വ്യത്യാസം ഓരോ ലെവലിനും ഉണ്ടെന്നും അങ്ങനത്തെ 100 തട്ടുകളാണ് സ്വർഗത്തിനെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യവിശ്വാസി സ്വർഗത്തിൽ കടന്നാൽ സങ്കടപ്പെടുന്ന ഒരു വിഷയമുള്ളൂ, ഒരൊറ്റ വിഷയം. നമ്മളൊക്കെ വിചാരിക്കൂലേ, വെറുതെ കടന്നിട്ടാ മതിയായിരുന്നു റബ്ബേ, ഇപ്പൊ അത്രയേ ഉള്ളൂ, വലിയ മോഹമൊന്നുമില്ല. സ്വഹാബികളൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, നമ്മളതിനെ കുറ്റപ്പെടുത്താനും വയ്യ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ദർസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, മഹാനവറുകൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു ഇബ്നു മസ്ഊദ് എന്നവരോട്, ഇബ്നു മസ്ഊദ് എന്ന അല്ലാഹുവിന്റെ ഹബീബ്, ഏതൊരാളിന്റെ കാലിന്റെ അടിഭാഗം അല്ലാഹുവിന്റെ അർശിൽ തട്ടി നിൽക്കുന്നുവെന്ന് പറഞ്ഞു. ആ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ കാത്തിബുൽ വഹയാണ്, ഹബീബിന്റെ അമീനാണ്. അവരിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ അസ്ഹാബുൽ യമീനിൽ പെടാനല്ല എന്റെ ആഗ്രഹം, എനിക്ക് മുഖർറബീങ്ങളിൽ പെടണം. ഉലൈകൽ മുഖർറബൂൻ. അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാർ എന്ന് ഖുർആൻ പറഞ്ഞ നന്മയുടെ പക്ഷക്കാർ, അവര് സ്വർഗവാസികളാണ്. പക്ഷെ അവരെക്കാളും ഒരുപിടി ഗ്രേഡ് മേലെയാണ് മുഖർറബീങ്ങൾ. അദ്ദേഹം പറയാണ്, എന്റെ ആഗ്രഹേ, നമ്മൾ പറയില്ല എനിക്ക് SLC പാസ്സാവോ +2 എന്നല്ല, എനിക്ക് ഡിഗ്രിയും PGയും കഴിഞ്ഞ് ഡോക്ടറേറ്റ് എടുക്കണം, അല്ലെങ്കിൽ ഒരു IAS ഒക്കെ എടുക്കണം എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം പറഞ്ഞു, അസ്ഹാബുൽ യമീൻ അല്ല എനിക്ക് വേണ്ടത്, എനിക്ക് മുഖർറബീങ്ങൾ പെടണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ മഹാനായ ഗുരു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഇന്നഹാ ഹുനാ ലറജുല, ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, യതമന്നാ ലൗ മാത ലം യുബഅസ്, മരിച്ചുപോയി കഴിഞ്ഞാൽ ഒരു പുനർജന്മം പോലും ഉണ്ടാകല്ലേ എന്ന് വിചാരിക്കുന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അസ്ഹാബുൽ യമീൻ അല്ല അയാളുടെ വിഷയം, മുഖർറബീങ്ങൾ പെടണമെന്നല്ല വിഷയം. എനിക്ക് മരണശേഷം ഒരു പുനർജന്മം തന്നെ ഇല്ലായിരുന്നെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന കാലം ഓർക്കാൻ വയ്യ എന്ന്, മരിച്ചു കഴിഞ്ഞാൽ അതിന്മ തീർന്നു എന്ന് അള്ളാഹു പറയുകയാണെങ്കിൽ എന്ന് കൊതിക്കുന്ന ഒരാൾ ഇവരിയ്ക്കുന്നുണ്ട്. യഅനി നഫ്സ, സ്വന്തത്തെ കുറിച്ച് പറയാണ്, എന്റെ ആഗ്രഹം, ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്.
മഹാനായ അള്ളാഹുവിന്റെ സാഹിദും ആബിദീങ്ങളുമായ മഹത്തുക്കളൊക്കെ അങ്ങനെ ആലോചിച്ചു പോയിട്ടുണ്ട്. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു 1000 വർഷം കഴിഞ്ഞ് നരകത്തിൽ നിന്ന് മോചനം കിട്ടി സ്വർഗത്തിലേക്ക് വരുന്ന ഒരാളിന്റെ കഥ പറഞ്ഞു കൊടുക്കുമ്പോ മഹാനവറുകൾ പറഞ്ഞു, അർജു അൻ നകൂന ഹുവ. 1000 കൊല്ലം നരകത്തിൽ കിടന്ന് സ്വർഗത്തിലേക്ക് വരുന്ന ആൾ ഞാനായിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നു എന്ന് മഹാനായ അല്ലാമ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു. എന്തേ പറയാൻ കാരണം എന്നറിയോ? അള്ളാഹുവിന്റെ നരകത്തിൽ അയാൾ ശാശ്വതനായി കിടക്കുന്നില്ലല്ലോ. 1000 കൊല്ലം കഴിഞ്ഞാൽ എന്റെ സ്വർഗം അള്ളാഹു നൽകുന്നുണ്ടല്ലോ, അത്രയെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. ഇന്ന് സ്വർഗത്ത് ടിക്കറ്റ് മുറിച്ചു കൊടുത്തു കഴിഞ്ഞു, ഉറപ്പാണ് പോയിക്കോളിയെന്ന്. സുബ്ഹാനല്ലാഹ്.